SFIയുടെ എത്ര നേതാക്കൾക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഐഷ്യ പൊറ്റി എന്ന് പറയുമ്പോൾ നിഷ്കളങ്കമായ ചിരിയുമായിട്ട് നമ്മളെ സമീപിക്കുന്ന ഒരു ഉള്ളതായിരുന്നു നമ്മുടെ ധാരണ. അതിനപ്പുറത്തേക്ക് അവരുടെ അധികാരമോഹം അവരെ കൊണ്ടെത്തിച്ചത്. ഇത്രയും വനിതകൾക്ക് പ്രാതിനിധ്യം, വനിതകളെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ടി ആയിരിക്കെ ഇത്രയും നാളായിട്ട് എന്തുകൊണ്ടാണ് ഒരു വനിതാ മുഖ്യമന്ത്രി സമ്മാനിക്കാൻ ഈ രാഷ്ട്രീയത്തിന് കഴിയാത്തത്? നമസ്കാരം. മീഡിയ വിഷന്റെ മറ്റൊരു സംവാദലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് തെരഞ്ഞെടുപ്പ് കാലമാണ്. തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമാകുന്നത് വനിതാ വോട്ടർമാരും യുവജനങ്ങളുമാണ്. ഇന്ന് അതുകൊണ്ട് തന്നെ സംവാദത്തിൽ നമ്മളോടൊപ്പം ഉള്ളത് ശക്തമായ യുവജന പ്രതിനിധികളാണ്. നമ്മളോടൊപ്പമുള്ള അതിഥികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 പേരെയും പരിചയപ്പെടുത്തുകയാണ്. ഒന്ന് ശ്രീലക്ഷ്മി, DYFI കുളക്കട വില്ലേജ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്. രണ്ടാമത്തത് ഗൗരി യുവമോർച്ചയുടെ കൊല്ലം ഈസ്റ്റ് ജില്ലയുടെ വൈസ് പ്രസിഡന്റും അതേപോലെ തലവൂർ പഞ്ചായത്തിലെ ജനപ്രതിനിധിയുമാണ്. മൂന്നാമത്തെ ആള് പ്രിയങ്ക KSUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. 3 പേരെയും ഈ സംവാദത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇതൊരു തെരഞ്ഞെടുപ്പ് കാലമാണ്. തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും കേരള രാഷ്ട്രീയം ഒരു പ്രത്യേക വഴിത്തിരിവിലെത്തിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എങ്ങനെ നോക്കിക്കാണുന്നു ഈ തെരഞ്ഞെടുപ്പിനെ ശ്രീലക്ഷ്മി? നമ്മുടെ കേരള രാഷ്ട്രീയം ഇപ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഇടതുപക്ഷമാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 10 വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നേതൃത്വത്തിൽ നമ്മുടെ കേരളത്തെ നവകേരള സൃഷ്ടിയുടെ ഭാഗമായി ആധുനിക വികസിത സമൂഹമായി മാറ്റുന്നതിനായിട്ടുള്ള നിരവധിയായിട്ടുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം നൽകിയിട്ടുള്ളത്. ഇവിടെ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത് കേവലം എന്തെങ്കിലും വ്യാജ ആരോപണങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ അല്ല. തീർച്ചയായും ജനങ്ങളോട് ഇടതുപക്ഷത്തിന് സമ്മതിക്കാനുള്ളത് വികസനത്തിന്റെ രാഷ്ട്രീയമാണ്. അത് തന്നെയാണ് യുവജനങ്ങളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും നോക്കിക്കാണുന്നത് എന്നുള്ളതാണ്. ശരിയാണോ ചോദിച്ചു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിച്ച് കേരളത്തിന്റെ ഒരു അവസ്ഥ നമ്മൾക്ക് നേരിൽ കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ തികച്ചും ഒരു മാറ്റം വേണമെന്നാണ് ഇന്നത്തെ യുവാക്കളും സ്ത്രീകളും ആഗ്രഹിക്കുന്നത്. ആ ഒരു മാറ്റത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. എന്ത് പറയുന്നു പ്രിയങ്ക? കഴിഞ്ഞ 10 വർഷമായിട്ട് ഇടതുപക്ഷ മുന്നണി ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സ്ത്രീപക്ഷ രാഷ്ട്രീയം പറഞ്ഞ അധികാരത്തിൽ വന്ന 2 സർക്കാരുകളാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത്. പക്ഷെ അവരുടെ സ്ത്രീ സുരക്ഷയും ഈ സ്ത്രീപക്ഷ രാഷ്ട്രീയമൊക്കെ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമാണ്. നമ്മളിപ്പോൾ ഇരിക്കുന്നിടത്ത് അധികം അകലെയല്ലാത്ത പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ പ്രതിനിധാനം ചെയ്യുന്ന MLA അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഇടയിൽ നടന്നൊരു വിവാദമുണ്ട്. അത് അവരുടെ കുടുംബ പ്രശ്നം എന്തോ ആയിക്കോട്ടെ. പക്ഷെ ഇവിടെ അദ്ദേഹത്തിന്റെ ഭാര്യ ഉയർത്തിയ ഒരു വിഷയമുണ്ട്. അവർക്കെതിരെ അവരെ ശാരീരികമായി ഉപദ്രവിക്കാൻ ചെന്നു എന്ന് പറഞ്ഞൊരു സാഹചര്യമുണ്ട്. അപ്പം ഒരു മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും നിയമത്തിന്റെ യാതൊരുവിധ സംരക്ഷണവും കിട്ടാത്ത ഒരു സർക്കാർ ഇവിടെ ഉണ്ട് എന്നറിയുമ്പോൾ ഇപ്പൊ ഇവർ പറഞ്ഞ സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിന്റെ പൊരുൾ എന്താണെന്ന് നമ്മൾ വീണ്ടും ചിന്തിക്കേണ്ട ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇവരുടെ ഈ കപട രാഷ്ട്രീയവാദങ്ങളൊക്കെ മനസ്സിലാക്കി കേരളത്തിലെ വനിതകൾ ഉൾപ്പെടുന്ന സമൂഹം അതിനെതിരായിട്ടുള്ള ഒരു വിധി എഴുതുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തിലാണുള്ളത്. അപ്പൊ 3 പേർക്കും കൃത്യമായ രാഷ്ട്രീയ ബോധത്തോടെയുള്ള ഒരു വിലയിരുത്തലാണ് നടത്തിയിരിക്കുന്നത്. അതിനപ്പുറം ഒരു ചോദ്യം, ഈ യുവജനങ്ങൾക്ക് അർഹമായ ഒരു പ്രാതിനിധ്യം നിലവിലത്തെ രാഷ്ട്രീയ വ്യവസ്ഥയിൽ കേരളത്തിൽ കിട്ടുന്നുണ്ടോ? യുവജനങ്ങൾക്ക് തീർച്ചയായും കഴിവുള്ളവർ അംഗീകരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ യുവജനങ്ങൾ എന്ന് പറയുമ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ, ഇടതുപക്ഷം യുവജനങ്ങളെയും സ്ത്രീകളെയും ഒരുപോലെ ചേർത്ത് പിടിക്കുന്ന ഒരു സർക്കാരാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 2009 VS സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് 50% സംവരണ ബിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള സംവരണ ബിൽ വന്നത് എന്നുള്ളതാണ്. അത് സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിക്കുന്നതിന്റെ ഒരു ഉദാഹരണമാണ്. കുടുംബശ്രീ വഴി ആയിക്കോട്ടെ, നമ്മുടെ വീടുകളിലൊക്കെ അകപ്പെട്ടു പോയ വീട്ടമ്മമാരായിട്ട് മാത്രം ചുരുക്കിപ്പോയ സ്ത്രീകളുണ്ട്. ആ സ്ത്രീകളൊക്കെ ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ ഭരണചക്രം തിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ അർഹമായ പ്രാതിനിധ്യം എല്ലാ തരത്തിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും വന്നിട്ടില്ല. പക്ഷേ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ അപേക്ഷിച്ച് അർഹമായിട്ടുള്ള ഒരു പ്രാതിനിധ്യം സ്ത്രീകൾക്കുൾപ്പെടെ യുവജനങ്ങൾക്കുൾപ്പെടെ നൽകാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് എപ്പോഴും LDF ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള സീറ്റുകളിലേക്കാണ് ഇവരെ പരിഗണിക്കുന്നത് എന്നുള്ളതാണ്. കേവലം അവർക്ക് സീറ്റുകൾ നൽകുക എന്നതിലുപരി അവരെ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിലേക്ക് കൃത്യമായി അവരെ പരിഗണിക്കുന്നു എന്ന് മാത്രമല്ല, വിജയിച്ച് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ ഏറ്റവും പ്രാധാന്യമുള്ള വിദ്യാഭ്യാസം, ആരോഗ്യം, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയ വകുപ്പുകൾ തന്നെ അവർക്ക് നൽകി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ലോകം കണ്ട ഏറ്റവും മികച്ച കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശൈലജ ടീച്ചറിനെ ഇടതുപക്ഷം സമ്മാനിച്ചിട്ടുള്ളത്.
ആ ഷൈല ടീച്ചറിന് ഈ പ്രാവശ്യം സീറ്റ് കൊടുത്തതിനെ ചൊല്ലി വലിയ വിവാദമായിരുന്നു. ശൈലജ വനിതകൾക്ക് വേണ്ടി വനിതാ മതിൽ പണിയുന്നതും വനിതകളെ പിന്നോക്കം നിർത്തുന്നതുമായിട്ടുള്ള ഒരു സംഘടനയായിട്ടാണ് ഞാൻ നോക്കിക്കാണുന്നത്. പിന്നെ ചോദ്യത്തിൽ നിന്ന് വ്യതിചലിച്ചോ എന്ന് എനിക്ക് അറിയാൻ വയ്യ. ആദ്യം ചോദിച്ച ചോദ്യം യുവജനങ്ങൾക്ക് കൃത്യമായുള്ള പ്രാതിനിധ്യം കിട്ടുന്നതാണ്. അവിടെ ആൻസർ പറഞ്ഞത് കഴിവുള്ളവർക്കെന്നാണ്. കഴിവുള്ളവരെന്ന് ഉദ്ദേശിച്ചത് സമരങ്ങളിലും മറ്റും മുന്നിൽ നിന്ന് പിൻവാതിൽ നിയമനങ്ങളിലൂടെ എത്തുന്നവരാണോ കഴിവുള്ളവരെന്ന് എനിക്കറിയില്ല. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കേരളത്തിലെ സിറ്റുവേഷൻ അനുസരിച്ച് വയോജനങ്ങളുടെ മാത്രം കേരളമായി പോകുന്ന ഒരു സംവിധാനമാണ് കാണപ്പെടുന്നത്. അതായത് യുവാക്കളും കഴിവുള്ളവരും അല്ലെങ്കിൽ ഈ പറഞ്ഞ വിദ്യാഭ്യാസമുള്ളവരും ജോലി തേടി മറ്റു വിദേശങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലേക്കും പോകുന്ന ഒരു സാഹചര്യത്തിൽ കൃത്യമായി അവർക്കുള്ള എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും ഉന്നത വിദ്യാഭ്യാസ മേഖല നല്ലതായിരുന്നെങ്കിൽ ഒരിക്കലും അവർ അവിടേക്ക് ചേക്കേറില്ലായിരുന്നു. അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു സംവിധാനം കേരളത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ യുവാക്കൾ ഇവിടെ നിൽക്കും, കഴിവുള്ളവർ ഇവിടെ നിൽക്കും, കേരളത്തിന് വേണ്ടി മാക്സിമം അവര് പ്രവർത്തിക്കും. യുവജനങ്ങളെ നിയമസഭയിലേക്ക് അതാണല്ലോ ചോദ്യത്തിന്റെ ഉള്ളടക്കം എന്ന് ഉദ്ദേശിച്ചത്. അപ്പൊ ഞാൻ ഭാഗമായിരിക്കുന്നത് ഡിവൈഎഫ്ഐ എന്ന സംഘടനയാണ്. ഡിവൈഎഫ്ഐ എന്ന സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് വി.കെ. സനോജ് മത്സരിക്കുന്നുണ്ട് ഇപ്രാവശ്യം. അതേപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ ആയിട്ടുള്ള നേതാവായിട്ടുള്ള ലിൻഡോ മത്സരിക്കുന്നുണ്ട് ഇപ്രാവശ്യം. ആലപ്പുഴയിൽ നിന്ന് സി അരുൺകുമാർ മത്സരിക്കുന്നുണ്ട് ഇപ്രാവശ്യം. ഇതെല്ലാം ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാരാണ്. അപ്പൊ അർഹമായ പ്രാധാന്യം യുവജനങ്ങൾക്ക് കൂടി ഇടതുപക്ഷം നൽകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാത്തമായ ഉദാഹരണമാണ്. പക്ഷെ ഇതിൽ നിന്ന് എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, SFIയുടെ എത്ര നേതാക്കൾക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട്. KSUവിനെ സംബന്ധിച്ചിടത്തോളം KSUവിന്റെ കോഴിക്കോട് അത് രാഷ്ട്രീയ ബോധമുള്ളവരെ മത്സരിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ഒരു വാദം. കുറച്ചും കൂടെ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കാൻ പറ്റുന്നവരെ മത്സരിപ്പിക്കാൻ പറ്റും. ആ ഒരു ലെവലിലേക്ക് അവർ വന്നിട്ടില്ല എന്നുള്ളതായിരിക്കും ചിലപ്പോൾ അവരുടെ മാതൃസംഘടനയുടെ ഒരു കണ്ടെത്തൽ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ KSUവിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും കോഴിക്കോട് ബാലുശ്ശേരിയിൽ ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള VT സൂരജ് മത്സരിക്കുന്നുണ്ട്. ആലപ്പുഴയിൽ AD തോമസ് മത്സരിക്കുന്നുണ്ട്. അതിന് പുറമെ ഞങ്ങൾക്ക് യൂത്ത് കോൺഗ്രസിന്റെ നാഷണൽ ഭാരവാഹിയായിട്ടുള്ള KM അഭിജിത്ത് മത്സരിക്കുന്നുണ്ട്, അബിൻ വർക്കി മത്സരിക്കുന്നുണ്ട്, OJ ജനീഷ് മത്സരിക്കുന്നുണ്ട്. നീണ്ടൊരു നിര. അത് മാത്രമല്ല മുൻപ് നിയമസഭയിൽ ഉണ്ടായിരുന്ന ബാക്കിയുള്ള MLA-മാരെല്ലാവരും മത്സരിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇവിടെ 50% സംവരണത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഈ ഇടതുപക്ഷം ഇപ്പോഴും അവരുടേതാണെന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ച് നടക്കുന്ന ഒരു ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുണ്ട്. സ്ത്രീകൾ ഒരിക്കലും വീടിന്റെ ഉള്ളിൽ അടഞ്ഞു പോകരുതെന്നും അവരുടെ കയ്യിൽ അവരുടേതായിട്ടുള്ള വരുമാനം വേണമെന്നും കണ്ടുകൊണ്ട് UPA സർക്കാർ കൊണ്ടുവന്ന ഒരു മഹത്തായ പദ്ധതിയായിരുന്നു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അത് പലപ്പോഴും ഇവരുടെ പാർട്ടി സമ്മേളനങ്ങൾ ആളെ കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപാധികളായിട്ടൊക്കെ ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ രാഷ്ട്രീയ ലാഭത്തിനുള്ള മുതലെടുക്കൽ ഉള്ളതിന്റെ അപ്പുറത്തേക്കൊന്നും കാണാൻ കഴിയില്ല. പിന്നെ സ്ത്രീകളുടെ പ്രാതിനിധ്യത്തെ പറ്റി പറയുകയാണെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 1,38,00,000 സ്ത്രീകളാണ് ഇവിടെ വോട്ടർമാരായിട്ടുള്ളത്. പുരുഷന്മാരുടെ നില എന്ന് പറയുന്നത് 1,32,00,000 മാത്രം നിൽക്കുമ്പോൾ അതിന് തുല്യമായിട്ട് സ്ത്രീകളുടെ വിഷയങ്ങൾ അഡ്രസ് ചെയ്യാൻ വേണ്ടി സ്ത്രീ തന്നെ വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷെ എങ്കിൽ പോലും ആ ഒരു വോട്ട് ഷെയർ അത്രയും നൽകുന്ന ആളുകൾ എന്നുള്ള നിലയിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു സംഘടനകളും സ്ത്രീകൾക്ക് അർഹിക്കുന്ന ഒരു പ്രാതിനിധ്യത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് സത്യമാണ്. നമ്മൾ ആനിമസ്കലിനെ ഇവിടുന്ന് ആദ്യമായി വിജയിപ്പിച്ച് അന്ന് 10 MP മാത്രം ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ പോലും നമ്മുടെ ഈ റീജിയനിൽ നിന്ന് ഒരു MP ഉണ്ടായിരുന്ന ഒരു ദേശമാണത്. പക്ഷെ അവിടെ നിന്നും പിന്നെ മറ്റുള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും നിയമസഭയിലേക്ക് ആളുകൾ ജയിച്ചു വന്നു. ഇപ്പൊ കഴിഞ്ഞ മന്ത്രിസഭയിൽ 12-13 MLA-മാരുണ്ടായിരുന്നിട്ട് 3 പേർക്കാണ് മന്ത്രിമാരാവാൻ കഴിയും. അതുപോലെ എല്ലാ ഇടങ്ങളിലും ഇപ്പൊ ഏത് പാർട്ടിയാണെങ്കിലും സ്ത്രീ പ്രാധാന്യം കുറച്ചും കൂടി ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയെയും പ്രസിഡന്റിനെയും നമ്മളിപ്പോൾ നിൽക്കുന്ന ജില്ലയുടെ ജില്ലാ അധ്യക്ഷ പോലും ബിന്ദുകൃഷ്ണ ജില്ലാ അധ്യക്ഷയായിട്ടിരുന്ന ഒരു ജില്ലയാണിത്. പാർട്ടിയുടെ പ്രധാനപ്പെട്ട കീ പോസ്റ്റുകളിലേക്കൊക്കെ സ്ത്രീകളെ പരിഗണിക്കുന്ന ഒരു പാർട്ടി തന്നെയാണ് കോൺഗ്രസ് പാർട്ടി. അത് മറ്റെല്ലാ പാർട്ടികളെക്കാട്ടിലും ഉയർന്നു നിൽക്കുന്ന യുവജന പ്രായത്തിലും നിങ്ങളെല്ലാം സംതൃപ്തരാണ് ഓരോ പാർട്ടിയില കുറച്ചുകൂടി വേണമെന്നുള്ള അഭിപ്രായമുണ്ട്. ഈ മാറിയ രാഷ്ട്രീയത്തെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? രാഷ്ട്രീയം തന്നെ മൊത്തത്തിൽ മാറിയല്ലോ, കാലം മാറി, രാഷ്ട്രീയം മാറിയ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ വർത്തമാനകാലത്തെ രാഷ്ട്രീയം മനസ്സിലായില്ലയോ? കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്ന പോലെ ആരെങ്കിലും പിന്താങ്ങാനുള്ളവർക്ക് മാത്രമേ സ്ഥാനമാനങ്ങളുള്ളൂ എന്ന് പറയുന്ന പോലെ അതിലെല്ലാം ഉപരി സ്വന്തക്കാരെ സ്ഥാനാർത്ഥികളും ഉന്നത സ്ഥാനങ്ങളിൽ എത്തിക്കുന്ന ഒരു മാറിയ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? രാഷ്ട്രീയം ഇപ്പൊ കേവലം ഒരു അധികാര മോഹത്തിലേക്ക് മാത്രം ചുരുങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ കൊട്ടാരക്കര മണ്ഡലത്തിൽ ഉൾപ്പെടെ എടുത്തു നോക്കിയാൽ പരിശോധിച്ചാൽ അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും.
ഐഷ പോറ്റി ഇടതുപക്ഷത്തിന്റെ തുടർച്ചയായിട്ട് MLA ആയിട്ടിരുന്ന ജില്ലാ പഞ്ചായത്ത് ചുമതലയിലൊക്കെ ഇരുന്ന ഒരാളാണ്. അപ്പം ഐഷ പോറ്റിയെ സംബന്ധിച്ച് ബാലഗോപാൽ സഖാവ് അധികാരത്തിലേറിയതിനു ശേഷം 2021 ശേഷം വലിയ MLA എന്നുള്ള സ്ഥാനമില്ലാത്തത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടിലായിരുന്നു. ഐഷ പോറ്റി ഞങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട CPM-ന്റെ ജില്ലാ കമ്മിറ്റിയിലൊക്കെ ഇരുന്നിട്ടുള്ള ഒരാളാണ്. അപ്പം പുള്ളിക്കാരി ഒരു ഏരിയ കമ്മിറ്റിയിൽ പോലും പങ്കെടുക്കാതിരിക്കുകയും ജില്ലാ കമ്മിറ്റിയിലൊന്നും പങ്കെടുക്കാതെ പുള്ളിക്ക് കേവലം പാർലമെന്ററി മോഹം എന്നുള്ള ആഗ്രഹം മാത്രമായിരുന്നു മനസ്സിൽ. അതിന്റെ ഭാഗമായിട്ടാണ് നിരന്തരമായി നമ്മുടെ സഹാക്കള് പുള്ളിക്കാരിയെ സന്ദർശിക്കുന്ന വേളയിൽ ഈ പറയുന്നത് പോലെ ശാരീരികമായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്, കാലുവേദനയുണ്ട്, മുട്ടുവേദനയുണ്ട് എന്നൊക്കെ പറഞ്ഞ് മാറി നിന്നത്. അപ്പോൾ നമ്മളൊക്കെ കാണുമ്പോൾ അത് ഐഷ പൊറ്റി എന്ന് പറയുമ്പോൾ നിഷ്കളങ്കമായ ചിരിയുമായിട്ട് നമ്മളെ സമീപിക്കുന്ന ഒരു ഉള്ളതായിരുന്നു നമ്മുടെ ധാരണ. അതിനപ്പുറത്തേക്ക് അവരുടെ അധികാരമോഹം അവരെ കൊണ്ടെത്തിച്ചത് ഇന്ന് നമ്മളെ തീർത്തും ദുരുപയോഗം ചെയ്യുന്ന ഒരു ഇവിടെ കേരളത്തിൽ യാതൊരു രാഷ്ട്രീയ പ്രാധാന്യവും ഇല്ലാത്ത ഒരു പാർട്ടിയുടെ ഭാഗമായിട്ടാണ് അവർ പോയത്. അത് കേവലം അധികാരമോഹത്തിന്റെ മാത്രമാണ്. ഇത് വ്യക്തികൾ തമ്മിലുള്ള മത്സരമല്ല, ശരിക്കും ആശയങ്ങൾ തമ്മിലുള്ള മത്സരമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. ഐഷ പറ്റി ഇതിന് പറഞ്ഞിരിക്കുന്ന മറുപടിയൊക്കെ കേട്ട് കാണുമല്ലോ. അവരങ്ങേയറ്റം അസ്വസ്ഥയായിരുന്നു CPM-ല്. ആ അവഗണന സഹിക്കാൻ പറ്റാതെയാണ് അവര് പുറത്തേക്ക് പോയത് എന്ന് പറഞ്ഞിരിക്കുന്ന ആ മറുപടി വനിതാ മതിലും വനിതാ സുരക്ഷയും ഈ പാർട്ടി തന്നെ ഉയർത്തി അല്ല, അതിന് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ പാർലമെന്ററി മോഹവുമായിട്ടല്ല സംഘടനാ പ്രവർത്തനം നടത്തുന്ന ഒരു മനുഷ്യനും രാത്രിയും ജോലി കഴിഞ്ഞിട്ട് പോയി വന്ന് പോസ്റ്റർ ഒട്ടിക്കാനും കൊടി കെട്ടാനും ഒക്കെ പോകുന്ന ആളുകൾ ഒരിക്കലും പാർലമെന്ററി മോഹം, ഇവരാരും പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടില്ലാത്ത വ്യക്തികളാണ്. അപ്പൊ ഈ വ്യക്തികളോടാണ് ഐഷ പൊറ്റി ഒരു ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന മെമ്പർ പോലും ആകാൻ കഴിയാത്ത ആൾക്കാർ ഒരു കമ്മിറ്റികളിൽ പോലും, ഏരിയ കമ്മിറ്റിയിലോ ഒരു ലോക്കൽ കമ്മിറ്റിയിലോ പോലും ചിലപ്പോൾ പാർട്ടി മെമ്പർ പോലും ആയിരിക്കണമെന്നില്ല, പാർട്ടി അനുഭാവി മാത്രമായിരുന്നിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ യാതൊന്നും പ്രതീക്ഷിക്കാതെ പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നത്. ആ ഒരു സ്ഥാനത്താണ് ഇത്രയധികം ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയ ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഐഷ പോറ്റി മാറിപ്പോകുന്നത് നമുക്ക് ഭയങ്കര വിരോധാഭാസമായിട്ട് തോന്നുന്നത്. എന്ത് പറയുന്നു വർത്തമാനകാല രാഷ്ട്രീയം, ഒരു BJP കാഴ്ചപ്പാട്? വർത്തമാനകാല രാഷ്ട്രീയം തികച്ചും കേരളത്തിലെ സിറ്റുവേഷൻ വളരെ വ്യത്യസ്തമാണ്. ഇപ്പൊ കേന്ദ്രത്തിൽ ഇത്രയധികം വികസനം കാഴ്ചവെക്കുന്ന ഒരു സംവിധാനം നിലനിൽക്കെ കേരളത്തിൽ അത്രത്തോളം വികസനം എത്തുന്നില്ല. പലപ്പോഴും കേന്ദ്രത്തെ കുറ്റം പറയും, കേന്ദ്രത്തിന്റെ വികസനങ്ങൾ കേരളത്തിന്റേതാണെന്ന് അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കൃത്യമായി ആൾക്കാർ ബോധവൽക്കരിക്കപ്പെടണം. എന്താണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെന്നും കേരള സർക്കാരിന്റെ പദ്ധതികളെന്നും. അതുപോലെ തന്നെ നമ്മുടെ PM ആവാസ് യോജനയിലൂടെ കേരളത്തിൽ എത്ര ലക്ഷം വീടുകളാണ് പണി കഴിപ്പിച്ചതെന്നും, അതുപോലെ തന്നെ PM ഗരീബ് കല്യാൺ അന്ന യോജന വഴി ഇപ്പം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്കറിയാം എത്രത്തോളം ഭക്ഷ്യ ധാന്യങ്ങളാണ് ഓരോ കുടുംബങ്ങളിലേക്കും എത്തുന്നതെന്നും. അപ്പം അതുപോലുള്ള കാര്യങ്ങൾ ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫേഴ്സ് വഴി, അതായത് ഇടനിലക്കാരില്ലാതെ നേരിട്ടാണ് ജനങ്ങളിലേക്ക് എത്തുന്നത് ഓരോ കാര്യങ്ങളും. അത് ഇതുവരെ മറ്റു സർക്കാരുകൾക്കൊന്നും അവകാശം ഉന്നയിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇടനിലക്കാരിലൂടെ അല്ലാതെ നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ വരികയും PM കിസാൻ നിധിയിലൂടെയൊക്കെ പൈസ വരികയൊക്കെ ചെയ്യുന്ന ഒരു സംവിധാനം കേന്ദ്ര ഗവൺമെന്റിന്റെ ആ ഒരു ഭരണ നേട്ടത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും അത് തികച്ചും കേരളം വളച്ചൊടിച്ച് ആൾക്കാരിലേക്ക് എത്തിക്കുന്നു. അതുപോലെ തന്നെ നേരത്തെ സുഹൃത്ത് സൂചിപ്പിച്ചു മഹാത്മാഗാന്ധി ഇപ്പം BBG റാംജി പദ്ധതിയായിട്ട് മാറുമ്പോൾ 125 ദിനങ്ങൾ യുവാക്കളെയും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയാണ് ആ ഒരു ദിനങ്ങളുടെ എണ്ണം കൂട്ടിയതും പൈസ കൂട്ടിയതും ഒക്കെ. അപ്പോഴും മറ്റ് സംസ്ഥാനങ്ങൾ അംഗീകരിച്ചിട്ട് പോലും കേരള സർക്കാർ ആ ഒരു സംസ്ഥാന വിഹിതം കൊടുക്കാനായിട്ട് വിസമ്മതിച്ച് നിൽക്കുന്ന ഒരു സംവിധാനമാണ് നമ്മൾ കാണപ്പെടുന്നത്. അത് മാത്രമല്ല, ഇപ്പം നമുക്കറിയാം ജനിച്ചു വീഴുന്ന ഒരു കുട്ടി പോലും കേരളത്തിലെ കടബാധിതനായിട്ടാണ് ജനിച്ചു വീഴുന്നത്. അപ്പൊ ആ ഒരു സംവിധാനം എന്ന് പറയുന്നത് വെറും അഴിമതി അക്രമ രാഷ്ട്രീയത്തിലൂടെയും അല്ലെങ്കിൽ കടക്കണിയിലേക്ക് മാത്രം പോകാനും വേണ്ടി ചിലവുകൾ കഴിക്കുന്ന ഒരു സംവിധാനമാണ് കേരളത്തിൽ നമ്മൾ കാണുന്നത്. അതിനൊക്കെ ഒരു മാറ്റം വരണം. തികച്ചും നോക്കി കണ്ടുകൊണ്ട്, അതായത് നമ്മുടെ റിസോഴ്സസിനെ നമ്മൾ ഫുള്ളി യൂട്ടിലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു വികസന ഭരണം വേണം ഇനി വരാൻ. മാറ്റം വരണം എന്നാണ് നമുക്ക് മാറ്റം വരണം. വർത്തമാനകാല രാഷ്ട്രീയം മാറുമോ? വർത്തമാനകാല രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാം പരിവർത്തനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അതിപ്പം മതപരമായ വിശ്വാസങ്ങളാണെങ്കിലും നമ്മുടെ കാഴ്ചപ്പാടുകളാണെങ്കിലും രാഷ്ട്രീയപരമായ കാഴ്ചപ്പാടുകളാണെങ്കിലും ഒക്കെ പരിവർത്തനം സംഭവിച്ചുകൊണ്ട് കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള പരിവർത്തനങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെ രാഷ്ട്രീയത്തിനും അതിൻ്റെതായിട്ടുള്ള പരിവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പദ്ധതികളുടെ പേര് മാറ്റി പരിവർത്തനം ഉണ്ടാക്കുന്നതാണ് അവരുടെ ഒരു പ്രധാന ഹോബി. ഇപ്പൊ പറഞ്ഞതുപോലെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതികൾ മാറ്റുക, അതുപോലെ തന്നെ മറ്റു പദ്ധതികളുടെയൊക്കെ പേരുകൾ മാറ്റി പരിവർത്തനം നടത്തുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് പിന്നെ ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ
എന്താ ഉണ്ടായ വികസനങ്ങളെ പറ്റി പറയുമ്പോൾ ഇന്ത്യയിൽ ഉണ്ടായ വികസനങ്ങളൊന്നും ഈ 15 വർഷത്തിനുള്ളിൽ ഉണ്ടായ വികസനങ്ങളല്ല. നമുക്കറിയാം ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് പോകുമ്പോൾ ഒന്നുമല്ലാതിരുന്ന ഒരു ഇന്ത്യയാക്കി മാറ്റിയതിന് ഇന്റർനാഷണൽ കോൺഗ്രസിന് അതിൻ്റെതായിട്ടുള്ള പങ്കുണ്ട്. അപ്പോൾ ഒരു ഫൗണ്ടേഷൻ ഇല്ലാതെ വികസനങ്ങൾ എവിടെ നിന്ന് ഈ പറയപ്പെടുന്ന വികസനങ്ങൾ അവകാശപ്പെടുന്ന വികസനങ്ങൾ ആണെങ്കിൽ പോലും അതിന്റെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പങ്ക് എന്ന് പറയുന്നത് വിസ്മരിക്കാനാവില്ല. എയിംസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ കോൺഗ്രസിന്റെ സംഭാവനകൾ അധികമാണ്. പിന്നെ ഇവിടെ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട ഐഷ പോറ്റിയെ പറ്റി ഇവിടെ സംസാരിക്കേണ്ടായി. ഇവരുടെ ഒരു ഘടകകക്ഷിയുടെ പാർട്ടിയിൽ നിന്നും വന്നിട്ടുള്ള ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് ഉണ്ടായ സാഹചര്യങ്ങൾ നമുക്കറിയാം. അവരെ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അവരുടെ റേഷൻ കാർഡിൽ പോലും പേരില്ലാത്തൊരവസ്ഥയിലേക്ക് അവർ എത്തപ്പെട്ടു. അപ്പൊ രാഷ്ട്രീയ പകപോക്കലുകൾ എത്രത്തോളമാണ് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അതിൻ്റെയൊക്കെ നമ്മുടെ നേർക്കാഴ്ചകളാണ് അതൊക്കെ. ഈ പാർട്ടിയിൽ നിന്ന് പോകുമ്പോൾ കുലംകുത്തികളാകുക, സ്ത്രീകളെന്നോ പുരുഷന്മാരോ എന്നുള്ള വ്യത്യാസമില്ലാതെ അവര് എല്ലാ കാലവും അതിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്, അവർക്ക് ഭാരവാഹിത്വങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു കാലത്തും ആളുകൾക്ക് അഭിപ്രായം മാറ്റാൻ പ്രോഗ്രസ് ഉണ്ടാവാൻ പാടില്ല, അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ നിൽക്കാൻ പാടില്ല, എല്ലാ കാലവും അടിമകളായിട്ട് മാത്രം നിൽക്കണം, അല്ലെങ്കിൽ അവർ കുലംകുത്തികളാവും, അവരെ ആളുകൾ അംഗീകരിക്കില്ല എന്നൊക്കെയുള്ള വാദഗതികളോട് ഞാൻ യോജിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കൊട്ടാരക്കരയിലെ ജനങ്ങൾ അതിന് വിധി എഴുതുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസമുണ്ട്. നമ്മളിപ്പോൾ ഒരു പുരോഗമന കാലത്തിലാണ് നമ്മൾ ഇപ്പോഴുള്ളത്. എന്നാൽ സ്ത്രീകൾക്ക് പൊതുരംഗത്തിറങ്ങുന്നതിന് സമയവും കാലവും നിശ്ചയിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇപ്പോഴും അങ്ങനെ ഒരു സമയവും കാലവും അദൃശ്യമായിട്ട് ആരെങ്കിലും നിശ്ചയിക്കുന്നുണ്ടോ? ഒരു അൺടച്ചബിലിറ്റി ഇപ്പോഴും സ്ത്രീകൾക്ക് രാഷ്ട്രീയത്തിലുണ്ടോ? അങ്ങനെ വിശ്വസിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇല്ല. സ്ത്രീകൾ പഴയതിനേക്കാൾ ഒരുപാട് താല്പര്യമുള്ള സ്ത്രീകൾ മുന്നോട്ട് വരുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ ഉണ്ട്. 2021 തെരഞ്ഞെടുപ്പില് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മത്സരിപ്പിച്ച സ്ത്രീകളിൽ 11 പേരാണ് ആകെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. അതിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 10 സ്ഥാനാർത്ഥികളാണ് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെയും വിദ്യാർത്ഥി യുവജന രംഗങ്ങളിലൂടെയും ഒക്കെ കടന്നു വന്ന ഏറ്റവും സമർത്ഥരായ, ഏറ്റവും കഴിവുള്ള മികവുറ്റ സ്ത്രീകളാണ് ആ മത്സരിച്ച ആളുകളിൽ 10 പേരും എന്നതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ അപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ സ്ത്രീകൾക്ക് കഴിവുള്ള ആളുകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് 10 പേര് നിയമസഭയിലേക്ക് എത്തിച്ചേർന്നത്. അതേസമയം കോൺഗ്രസിന്റെ UDFന്റെ ഒരു വനിത മാത്രമായിരുന്നു KK രമ, വടകരയിൽ നിന്നും KK രമ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോ അവിടുത്തെ ഒരു പ്രശ്നം ഈ പറഞ്ഞതുപോലെ തോമസ് ഉണ്ടായിരുന്നു. അത് ഉപതെരഞ്ഞെടുപ്പിലൂടെ PT തോമസിന്റെ ഭാര്യയായിട്ടുള്ള അന്നത്തെ ഒരു സഹതാപ രംഗത്തിന് അനുകൂലമായിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള ഉമ്മ തോമസും സമ്മതിക്കരുത്. PT തോമസിന്റെ ഭാര്യ എന്നുള്ളത് ഉപരിയായിട്ട് അവര് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെ വന്ന ആളാണ്. ഓക്കെ, അങ്ങനെ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് അതിലെ വിഷയം. ഏറ്റവും കഴിവുറ്റ സ്ത്രീകൾ എല്ലാ പാർട്ടിയിലും ഉണ്ട്, എല്ലാ പാർട്ടിയുടെയും ഭാഗമായിട്ടുണ്ട്. പക്ഷെ അവരെ വിജയസാധ്യതയുള്ള സീറ്റുകളിൽ മത്സരിപ്പിച്ച് അവരെ ജയിപ്പിച്ചെടുക്കുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്, പങ്കുണ്ട് എന്നതിനെ പറ്റിയിട്ടാണ് ചർച്ച ചെയ്യേണ്ടത്. അതിലെ ഇടതുപക്ഷം കുറച്ചുകൂടി മുന്നേ നിൽക്കുന്നു. എന്നാലും പൂർണ്ണമായും ആണോ എന്ന് ചോദിച്ചാൽ, ഇത് മതിയോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. നമ്മളുടെ ഈ വനിതാ സംവരണ ബില്ലിൽ 50%, 33% നിന്ന് ഉയർത്തി 50% വന്ന പോലെ അത് നിയമസഭയിൽ ബാധകമല്ല. പക്ഷെ എന്നിരുന്നാൽ കൂടിയും അതിന് ആനുപാതികമായിട്ടുള്ള ഒന്ന് നിയമസഭാ സീറ്റുകളിൽ വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ജയിക്കാൻ ആവശ്യമായിട്ടുള്ള സീറ്റുകളിൽ വനിതാ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നതിനുള്ള പാർട്ടികളുടെ ഒരു പിന്നോട്ട് വലിയൽ നമുക്ക് എല്ലാത്തിലും കാണാൻ പറ്റും. പക്ഷെ താരതമ്യേന മത്സരിപ്പിച്ച് ജയിപ്പിച്ചെടുക്കുന്നത് ഇടതുപക്ഷമാണ്. ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകളൊക്കെ നേതാക്കളുടെ ബന്ധുക്കൾ കൊടുക്കുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഞാനൊരു അഭിപ്രായം പറഞ്ഞോട്ടെ. അതായത് ഇവിടെ ഈ ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ, ഇപ്പം DYFI സംസ്ഥാന സെക്രട്ടറിക്ക് ജയിക്കാൻ സാധ്യതയുള്ള സീറ്റ് കൊടുത്തു, വനിതകൾക്ക് ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ കൊടുത്തു എന്ന് പറയുമ്പോൾ അവരുടെ ഒരു രാഷ്ട്രീയപരമായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള ഒരു കഴിവിനെ ചോദ്യം ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് ജയിപ്പിച്ചെടുത്തു. പക്ഷെ ഈ 10 പേര് വന്നിട്ട് കൂടിയും അതിനകത്ത് ഒരു വനിതാ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് കൊടുക്കാൻ സാധിക്കാത്തത്? ഇവർക്ക് ഇത്രയും വനിതകൾക്ക് പ്രാതിനിധ്യം, വനിതകളെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ടി ആയിരിക്കെ ഇത്രയും നാളായിട്ട് എന്തുകൊണ്ടാണ് ഒരു വനിതാ മുഖ്യമന്ത്രി സമ്മാനിക്കാൻ ഈ രാഷ്ട്രീയത്തിന് കഴിയാത്തത്? വനിതാ മുഖ്യമന്ത്രി സ്ത്രീകൾ വരണം എന്നുള്ളതല്ല.
അത് ആ സമയത്ത് പാർട്ടി തീരുമാനിക്കുന്ന ഏറ്റവും അർഹതപ്പെട്ട ആർക്കാണോ അവരെ തീരുമാനിക്കുക എന്നുള്ളതാണ്, അല്ലാതെ സ്ത്രീകളെ തീരുമാനിക്കുക. ആ ഘട്ടം വന്നപ്പോഴൊക്കെ അർഹതപ്പെട്ടവരുണ്ടായിട്ടും നേരത്തെ തന്നെ KK ശൈലജ ടീച്ചറിന്റെ ഒക്കെ പേര് ഇവിടെ സൂചിപ്പിച്ചു. അത്രയും അഭിമാനത്തോടെ പറയുന്ന KK ശൈലജ ടീച്ചറൊക്കെ കഴിഞ്ഞ ഇതിലുണ്ടായിട്ട് കൂടി അവർക്ക് അർഹമായ ഒരു സ്ഥാനം കൊടുത്തെന്ന് തോന്നുന്നുണ്ടോ? പേഴ്സണലി പറയുന്നത് ഒരു ABUPയുടെ പ്രതിനിധിയായിട്ടുള്ള BJP രാഷ്ട്രീയത്തിന്റെ വക്താവായിട്ടുള്ള ഒരാളാണ്. പറഞ്ഞാൽ നിലവിൽ ഒരു സീറ്റുകൾ പോലും ഇവിടെ ജയിച്ചിട്ടില്ലാത്ത ഒരാളാണ്. അതല്ലല്ലോ, നമുക്ക് സീറ്റ് കിട്ടിയോ ഇല്ലയോ എന്നുള്ളതല്ല. ഇപ്പൊ കേന്ദ്രത്തിൽ തന്നെ ഞങ്ങൾക്ക് കൃത്യമായി പറയാൻ പറ്റും, ധൈര്യത്തോടെ പറയാൻ പറ്റും. ഒരു വീട്ടിലെ കണക്ക് ചെലവുകൾ നോക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയിലെ കണക്ക് ചെലവുകൾ നോക്കുന്ന ഒരു സ്ത്രീയാണ്. അത് നിർമ്മല സീതാരാമൻ. അത് കൃത്യമായി അവർ നിറവേറ്റുന്നുമുണ്ട്. അങ്ങനെ ഒരു സ്ഥാനം നിർമ്മല സീതാരാമന് കൊടുക്കാൻ ഞങ്ങൾ ധൈര്യപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ നിങ്ങൾക്ക് ധൈര്യം ഇല്ലാത്തത്? എന്തിനാണ് ധൈര്യം ഇല്ലാത്തത്? ഇവിടെ കേരളത്തിലെ വേണ്ടി ഏറ്റവും മികച്ച ആള് തന്നെയുണ്ട്, ശ്രീ KN ബാലഗോപാൽ. ഇവിടുത്തെ നമുക്ക് എല്ലാവരും ധനകാര്യം മാത്രമല്ല ആരോഗ്യം പ്രധാനപ്പെട്ടതാണ്. ആരോഗ്യമല്ല, നല്ല അഭിനയിക്കുന്ന ഒരു മന്ത്രി ഇവര് എന്തായാലും സമ്മാനിച്ചു. കോവിഡിന്റെ സമയത്ത് ആദ്യ 2 ദിവസങ്ങളിൽ പത്രസമ്മേളനത്തിന് വന്നത് അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. അതിനുശേഷം അവർ പത്രസമ്മേളനത്തിന്റെ സൈഡ് സീറ്റിലേക്ക് മാറ്റി, മുഖ്യമന്ത്രിക്ക് സൈഡിലേക്ക് മാറ്റി. അതിനുശേഷം അവരെ ഫ്രെയിമിലെ ഇല്ലാതാക്കി. എന്നിട്ട് മട്ടന്നൂർ പോലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയിച്ച ഒരാളെ ഞങ്ങളുടെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഒരു തവണ പരാജയപ്പെടുത്തിയ സീറ്റിൽ തന്നെ വീണ്ടും കൊണ്ട് മത്സരിപ്പിച്ച് വടകരയിൽ ഭീകരമായ പരാജയം ഷാഫി പറമ്പിൽ MP അവർക്ക് സമ്മാനിച്ചു. അപ്പം അതേപോലെയുള്ള ശക്തരെന്ന് ഇവർ തന്നെ പറയുന്ന സ്ത്രീകളെ അവരുടെ പാർട്ടി ഏത് രീതിയിലാണ് പരിഗണിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാനുള്ള പരിപാടി, രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ ഇല്ലാതെയാക്കുക എന്നുള്ളതൊക്കെയാണോ അവരോട് തന്നെ ചോദിച്ചു. അതിപ്പോ തിരിച്ചു പറയാൻ പറ്റില്ല. അല്ല, അതിന്റെ വേറൊരു ഉത്തരം എന്ന് പറഞ്ഞാല് സംഘടനാ പ്രവർത്തനവും പാർലമെന്ററി പ്രവർത്തനം ഞങ്ങളുടെ അജണ്ടയെ അല്ല. പാർലമെന്ററി പ്രവർത്തനം, ആ വ്യാമോഹം ഞങ്ങളുടെ ജനങ്ങളെ നിങ്ങൾക്ക് സേവിക്കേണ്ട എന്നുള്ളതാണ്. സംഘടനാ പ്രവർത്തനമാണ് ഞങ്ങളുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. സംഘടനാ പണിയെടുക്കുക, പാർട്ടിയുടെ ഘടകങ്ങൾ അതത് ഏൽപ്പിച്ചിട്ടുള്ള ചുമതലകൾ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും ദൗത്യം. അപ്പൊ അതിനെ സംബന്ധിച്ച് വലിയ വിശദീകരണത്തിന്റെ ആവശ്യമില്ല. ശൈലജ ടീച്ചറിനെ സംബന്ധിച്ച് അവർ പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന ഘടകത്തിൽ ഇരിക്കുന്ന ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് ശൈലജ ടീച്ചർ ഒരു കാരണവശാലും പിന്നോട്ട് പോകേണ്ട സാഹചര്യം വരുന്നില്ല. ഇപ്പൊ നിങ്ങൾ 3 പേരും ഏതെങ്കിലും ഐഡിയോളജി പിന്തുടർന്ന് ഓരോ രാഷ്ട്രീയ പാർട്ടികളിൽ എത്തിയവരാണ്. ഇപ്പോൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിലെ ഐഡിയോളജിക്ക് പ്രസക്തിയുണ്ടോ? എല്ലാ ദിവസവും നമ്മൾ കാണുന്നത് ഇന്ന് BJP-കാരനായിരുന്ന ഒരാൾ നാളെ കോൺഗ്രസ് ചേരുന്ന ഒരാൾ നാളെ LDF സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. ഇങ്ങനെ 3 മുന്നണിയും, അതായത് ഏതിലും ഒന്നല്ല, 3-ലും ഇങ്ങനെ മാറി മാറിയിരിക്കുക. യഥാർത്ഥത്തിൽ ഇവിടെ രാഷ്ട്രീയമുണ്ടോ, ഒരു ആദർശം എന്നുള്ളതുണ്ടോ? തീർച്ചയായും അതിന് ഒരു അധികാരമോഹം തന്നെ ആയിരിക്കണം. കാരണം കൃത്യമായിട്ടുള്ള ഐഡിയോളജി, കൃത്യമായുള്ള പാർട്ടി സ്നേഹമുള്ളവരൊന്നും അധികാരമോഹത്തോടെ ഒരു സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് മറ്റൊരു രാഷ്ട്രീയത്തിലേക്ക് പോകാൻ ചാൻസ് കുറവാണ്. അപ്പം കൃത്യമായിട്ട് ആ ഒരു ചിലപ്പോൾ ആ ഐഡിയോളജിയിൽ വ്യത്യാസം വരുമ്പോൾ അതിനെ ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ചിലപ്പോൾ മാറുന്ന സാഹചര്യങ്ങൾ കണ്ടിട്ടുണ്ട്. എങ്കിൽ പോലും പൊതുവെ അഭിപ്രായം പറയുകയാണെങ്കിൽ ആ ഒരു ഐഡിയോളജിയിൽ മുറുകെ പിടിക്കുന്നവരാരും അതിൽ നിന്ന് മാറാൻ ശ്രമിക്കില്ല, മറ്റൊരു അടുത്തേക്ക് പോയില്ല. ചിലപ്പോൾ അതിൽ നിന്നും സംഘടനാ പ്രവർത്തനത്തിൽ നിന്നും പിന്നിലേക്ക് മാറാം, പക്ഷെ മറ്റൊരിടത്തേക്ക് പോകുന്നത് ഐഡിയോളജിയിൽ മാറ്റം വരുന്നത് അവരൊന്നും യഥാർത്ഥത്തിൽ പാർട്ടിയെ സ്നേഹിച്ചതിന്റെ ഭാഗമായിട്ട് വന്നവരല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നമുക്കിപ്പം ഞാൻ വിശ്വസിക്കുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനത്ത് നിൽക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അത് എന്റെ ഐഡിയോളജിയുമായിട്ട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് അതായതുകൊണ്ടാണ്. നാളെ ഒരു കാലത്ത് എനിക്ക് എന്തെങ്കിലും ലഭ്യമായില്ല എന്നതിന്റെ പേരിൽ ഞാൻ തീവ്രമായിട്ടും ഹിന്ദുത്വ നിലപാട്, വർഗീയ അജണ്ട പിന്തുടരുന്ന ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് പോവുകയാണെങ്കിൽ അത് ശരിയായ ഒരു കാര്യമായിരിക്കത്തില്ല. അങ്ങനെ നമുക്ക് ഐഡിയോളജി അങ്ങനെ മാറുന്നത് അതൊരു നിലപാടില്ലായ്മയാണ്. ഇതിനകത്ത് യഥാർത്ഥമായി പാർട്ടിയെ സ്നേഹിക്കുന്നവർ ഒരിക്കലും അങ്ങനെ മാറിപ്പോകാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ വിശ്വാസം. ഈ യഥാർത്ഥമായി പാർട്ടിയെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അവിടുത്തെ കാര്യം. ഇപ്പൊ ഞാനൊരു കോൺഗ്രസ്സുകാരിയായത് ആ പാർട്ടിയുടെ ആദ്യം മുതലേ ഉള്ള ഒരു ഐഡിയോളജിയുടെ ഭാഗമാണ്. ഒരാൾ CPM ആവുന്നത് ആ പാർട്ടിയുടെ ഐഡിയോളജിയാണ്. എനിക്ക് തോന്നുന്നത് ഭൂരിഭാഗം ആളുകളും നിലനിൽക്കുന്ന പാർട്ടിയിൽ നിന്നും ചില ആളുകളെങ്കിലും മാറുന്നതിന്റെ ഒരു പ്രധാന കാരണം ആ പാർട്ടി പറഞ്ഞ ഐഡിയോളജിയിൽ നിന്ന് മാറുന്നത് കൊണ്ടായിരിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ഇപ്പം G. സുധാകരനെ പോലെയുള്ള ആളുകള്, അദ്ദേഹം കേരളത്തിലെ പാർട്ടിയുടെ തന്നെ സമുന്നതനായ നേതാവാണ്. അദ്ദേഹം പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ മൂല്യങ്ങളിൽ നിന്ന് പോയത് കൊണ്ട് അദ്ദേഹം പുറത്തു വന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. സ്വാഭാവികമായിട്ടും ഈ ആളുകൾ മാറുന്നത് ഈ സോകോൾഡ് പാർട്ടി ഇന്ന ഐഡിയോളജി പിൻപറ്റുന്നു എന്ന് പറയുന്ന പാർട്ടിക്ക് ആ ഐഡിയോളജിയിൽ നിന്ന് ഉണ്ടാകുന്ന മാറ്റം അതായിരിക്കും ഒരു വിഭാഗം ആളുകളെ, കൂടുതൽ വിഭാഗം ആളുകളെയും അങ്ങനെയുള്ള മാറിയുള്ള ചിന്തകൾ ഉണ്ടാക്കാനുള്ള സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇതിന്റെ അധികാരമോഹങ്ങളൊക്കെ ഉള്ള ആളുകളും ഉണ്ടാവും.
അതും കുറവാണെന്ന് പറയാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും എൻ്റെ MLA ആയിരുന്ന ആള് ഞങ്ങളുടെ സംവിധാനത്തിന്റെ ഭാഗമായിരുന്നു, UDF-ന്റെ ഭാഗമായിരുന്നു. സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ ഒരു ട്രെൻഡ് വെച്ചിട്ട് 5 വർഷം UDF-ഉം LDF-ഉം മാറി മാറി ഭരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് UDF-നൊപ്പം നിന്നു. അടുത്ത 5 വർഷം ഇനി LDF ആയിരിക്കും ഭരിക്കാൻ പോകാന്നുള്ള ചിന്ത കൊണ്ട് നേരെ LDF-ലേക്ക് പോയ ആളാണ്. അപ്പൊ അദ്ദേഹത്തെ പോലെയുള്ള, ഗണേഷ് കുമാറിനെ പോലെയുള്ള ആളുകൾ അധികാരം നോക്കി അപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് മാറുന്നവരുണ്ടാവും. എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകളും പാർട്ടിയെ കണ്ട്, ഐഡിയോളജി കണ്ട് ഇഷ്ടപ്പെടുന്ന വിട്ടുവരുന്ന ആളുകൾ അത് മാറ്റം ഉണ്ടാകാനുള്ള സാഹചര്യമുള്ളത് പാർട്ടി ഐഡിയോളജിയിൽ നിന്ന് വ്യതിചലിക്കുന്നുണ്ട്. രാഷ്ട്രീയം കുറച്ചുകൂടി പ്രൊഫഷണലിസത്തിലേക്ക് കടന്നിട്ടുണ്ടോ? ഇപ്പൊ തന്നെ നമ്മൾ എല്ലാ പാർട്ടിയിലും പുതിയ പുതിയ പ്രൊഫഷണലുകൾ വരുന്നു, അല്ലെങ്കിൽ പുതിയ ഐഡിയ ഉള്ളവർ വരുന്നു. രാഷ്ട്രീയത്തിനപ്പുറം വികസനം എന്നൊരു വഴിയിലേക്ക് രാഷ്ട്രീയം മാറി തുടങ്ങിയിട്ടുണ്ടോ? ഉറപ്പായിട്ടും ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്, ഞങ്ങളിപ്പം CPM-ന്റെ ഭാഗമായിട്ട് ഭവന സന്ദർശനം ഒക്കെ നടത്തുന്ന വേളയിൽ ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത്, ജനങ്ങളോട് മുന്നോട്ട് വെക്കാനുള്ളതും സംവദിക്കാനുള്ളതും വികസനത്തിന്റെ രാഷ്ട്രീയമാണ്. ഇപ്പോൾ കൊട്ടാരക്കര മണ്ഡലത്തിൽ ബാലഗോപാൽ സഖാവ് ചെയ്തിട്ടുള്ള ഒട്ടനവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുണ്ട്. ഇവിടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടും തൊഴിൽ ചെയ്യാനുള്ള കേന്ദ്രങ്ങൾ സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ടും ബാലഗോപാൽ സഖാവ് നല്ല ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അത് യുവജനങ്ങളെ അങ്ങോട്ട് ആകർഷിക്കുന്ന വിധമുള്ളതാണ്. ഇപ്പോൾ തന്നെ 60 വർഷങ്ങൾക്ക് ശേഷം SC കോളേജിന് ശേഷം കൊട്ടാരക്കരയിൽ 2 സർക്കാരിന്റെ കോളേജുകൾ വന്നു. ഒന്ന് IHRD കോളേജും ഒന്ന് CPASന്റെ നഴ്സിംഗ് കോളേജും. CPASന്റെ നഴ്സിംഗ് കോളേജ് എന്ന് പറയുമ്പോൾ 2023 പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇപ്പോൾ അവിടെ 40 സീറ്റുകളാണ് ആകെയുള്ളത്. 40 സീറ്റുകളിൽ ഇപ്പോൾ 3 വർഷം 120 വിദ്യാർത്ഥികൾ ആകെ പഠിക്കുന്നുണ്ട്. അപ്പം സാധാരണക്കാരുടെ മക്കൾക്ക് പോലും ഈ നമ്മുടെ തൊട്ടടുത്ത് തന്നെ പഠിക്കാൻ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ഫീസിൽ കുറഞ്ഞ ചിലവിൽ പഠിക്കാൻ പറ്റുന്ന ഒരു സൗകര്യം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു നേതാവിനെ സംബന്ധിച്ച് അത് അവർക്ക് ചെയ്യാൻ, ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു വാക്കിന്റെ ഉറപ്പാണ്. അത് വാക്ക് പാലിക്കലാണ് അതെന്ന് പറയുന്നത്. അങ്ങനെ ആ 2 നഴ്സിംഗ് കോളേജുകൾ, പിന്നെ കൊട്ടാരക്കരയെ നോളജിന്റെ ഒരു ഹബ്ബാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ബാലഗോപാൽ സഖാവ് ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പദ്ധതികളാണ്. നെടുവത്തൂർ സോഹോ കോർപ്പറേഷൻ ഇന്ത്യയിലെ 2ാമത്തെ റെസിഡൻഷ്യൽ IT ക്യാമ്പസ് ആണ്. 250ഓളം പേര് ഇപ്പോൾ തന്നെ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. കുളക്കടയിലെ, ഞാൻ കുളക്കടയെ പ്രതിനിധീകരിച്ചു വരുന്ന ഒരാളാണ്. കുളക്കടയിലെ IT പാർക്ക്, അതൊക്കെ ബാലഗോപാൽ സഖാവ് ഇവിടെ ചെയ്തിട്ടുള്ള ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പദ്ധതികളാണ്. ഇതൊക്കെ യുവജനങ്ങളെ ഉൾപ്പെടെ ആളുകളെ അങ്ങോട്ട് ആകർഷിക്കുന്നതിന് ഒരു ഘടകമാണ്. മറ്റൊന്നെന്ന് പറയുന്നത് ആളുകൾക്ക്, ഈ പ്രായമായ ആളുകൾക്ക്, വയോജനങ്ങൾക്ക് മറ്റാരെയും ആശ്രയിക്കാതെ അവർക്ക് അവരുടെ മരുന്നിന്റെ ചെലവിനോ അവർക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണമായി കഴിക്കുന്നതിനോ വേണ്ടിയിട്ട് കയ്യിൽ നമ്മുടെ 1980കളിലാണ് ഇടതുപക്ഷ സർക്കാരാണ് 45 രൂപയായിട്ട് ഇവിടെ കാർഷിക ക്ഷേമ പെൻഷൻ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനുശേഷം UDF-ന്റെ സർക്കാർ വന്ന കാലഘട്ടത്തിലൊന്നും അത് ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ 2026 എത്തി നിൽക്കുമ്പോൾ നമ്മുടെ ഈ ക്ഷേമ പെൻഷന്റെ അവകാശം എന്ന് പറയുന്നത്, ക്ഷേമ പെൻഷൻ കൊണ്ടുവന്നതും ഇടതുപക്ഷ സർക്കാരാണ്, അത് കൂട്ടുന്നതിനുള്ള അവകാശം ഉള്ളതും ഇടതുപക്ഷ സർക്കാരിനാണ്. എല്ലാ കാലയളവിലും ഇടതുപക്ഷ സർക്കാർ അത് കൂട്ടി ഇപ്പോൾ അത് 2000 രൂപയിൽ എത്തി നിൽക്കുകയാണ്. അതുപോലെ തന്നെ സ്ത്രീകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്ത്രീ സുരക്ഷാ പങ്കാളിത്ത പെൻഷൻ പ്രതിമാസം അവർക്ക് 35-നും 60-നും വയസ്സിനിടയിലുള്ളവർക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി ഉണ്ട്. യുവജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തൊഴിലിന് വേണ്ടി പരിശീലിക്കുന്ന ആളുകൾക്ക് പ്രതിമാസം 1000 രൂപ 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവർക്ക് നൽകുന്നുണ്ട്. ഇങ്ങനെ സമസ്ത മേഖലകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു വികസനത്തിന്റെ രാഷ്ട്രീയമാണ് ഇവിടെ കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ സഖാവ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ പെൻഷന്റെയും അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾക്കും അപ്പുറം ഒരു നാടിന്റെ ഒരു വികസനത്തിലേക്ക്, ആ ഒരു വികസന രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ BJPക്ക് എത്രമാത്രം പങ്കുവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? അതിന് നമ്മുടെ BJP പാർട്ടി ഇപ്പം നോക്കിക്കാണുകയാണെങ്കിൽ തികച്ചും ഒരു പ്രൊഫഷണൽ പാർട്ടിയായിട്ട് തന്നെ മാറിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഇപ്പം നിലവില് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ കേരളം നമ്മൾ വിഭാവനം ചെയ്യുമ്പോൾ വികസിത് കേരള എന്നുള്ളൊരു മിഷൻ, ആ ഒരു മിഷന്റെ ഭാഗമായിട്ട് നമ്മൾ വിഭാവനം ചെയ്യുന്നത് പൂർണ്ണമായിട്ടുമുള്ള വികസനം എല്ലാ മേഖലകളിലും. ഇപ്പം വയോജനങ്ങളുടെ മരുന്നിന്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോൾ ജനൌഷധി വഹിക്കുന്ന പങ്ക് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പൊ ജനൌഷധി പോലുള്ള കേന്ദ്രങ്ങളിലൂടെ വളരെ തുച്ഛമായ ഇതില് മരുന്നുകൾ ലഭ്യമാകുകയും, അതുപോലെ തന്നെ നാഷണൽ ഹൈവേസിന്റെ കാര്യം അത് പ്രത്യേകം പറയേണ്ടതാണ്. വളരെ വേഗത്തിലുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ് നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ കേരളത്തിലും തികച്ചും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കേരളത്തെയും ചേർത്ത് പിടിച്ചുകൊണ്ട്
പല രീതികളിലും പല കാര്യങ്ങളിലും നമുക്ക് പറയും കേരളം, അതായത് ഇടതുപക്ഷം പറയുന്നത് അവരെ മാറ്റി നിർത്തുന്നതാണ്. അപ്പം കൃത്യമായിട്ടും ടൂറിസത്തിനാണെങ്കിലും മറ്റുമൊക്കെ കേരളത്തിനും കൂടെ ഒത്തിരി പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടാണ് കേന്ദ്രങ്ങൾ ഓരോ പദ്ധതികളും ആവിഷ്കാരം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോഴും നമ്മുടെ BJP എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ പാർട്ടിയായിട്ട് തന്നെയാണ് പോകുന്നത്. അതിലുള്ള സ്ഥാനാർത്ഥികളെ മറ്റും ശ്രദ്ധിച്ചാലും അറിയാം, കൂടുതലും യുവജനങ്ങൾക്കും പ്രൊഫഷണലി കേപ്പബിലിറ്റീസ് ഉള്ളവർക്കുമാണ്. അതായത് വർഷങ്ങളായിട്ട് ഇരുന്നിരുന്ന് പഴകിയ ആൾക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട്, വയോജനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ യുവാക്കൾക്കും സ്ത്രീകൾക്കും ഒക്കെ വളരെ പ്രാതിനിധ്യം നൽകിയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ആണ് BJP ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ദേശീയതയിലേക്ക് ഓരോ ദിവസം നമുക്ക് നോക്കിയാൽ അറിയാം, ദേശീയതയിലേക്ക് വന്നു. അപ്പം ആ ഒരു പാർട്ടിയിലേക്ക് മാറുന്നതും ഒരു പക്ഷെ അതിന്റെ ആ ഒരു അത് കണ്ട് ഇൻസ്പയർ ആയിക്കൊണ്ടായിരിക്കണം. സ്പേസ് അവിടെ മാത്രം ഉള്ളതുകൊണ്ട് സ്പേസിന്റെ അല്ല, അവിടെ ആ ഒരു ഐഡിയോളജിയിൽ ഒരു നല്ലൊരു മാറ്റം അവിടെ വന്നിട്ടുണ്ടായതുകൊണ്ടായിരിക്കും. നല്ല സംഗതിയില്ലേ പ്രൊഫഷണലായ ആളുകൾ നേതൃത്വത്തിലേക്ക് വരിക, അല്ലെങ്കിൽ ഒരു വികസന മേഖലയിലേക്ക് രാഷ്ട്രീയം തിരിച്ചുവിടുക എന്നുള്ളതൊരു നല്ല. നാഷണൽ ഹൈവേ അതോറിറ്റീസ് ഓഫ് ഇന്ത്യയുടെ റോഡിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞല്ലോ, നമ്മളത് ഇവിടെ കൊട്ടിയത്തൊക്കെ നമ്മൾ കണ്ടതാണ്. സ്കൂൾ ബസിന്റെ മണ്ടയിലേക്കൊക്കെ അതിന്റെ ഭാഗങ്ങൾ ഇടിഞ്ഞു വീഴുന്ന വേഗത്തിൽ അവർ തീർത്തു എന്ന് പറയാം. അത്രയും വേഗത്തിൽ തന്നെ അത് പൊളിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. പൊളിഞ്ഞു പോകുന്നതിന് മുന്നേ വരെ അത് കേരളത്തിന്റെ ഭാഗം കൂടി ഉണ്ടായിരുന്നു. പക്ഷെ പൊളിഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് അത് ദേശീയ മാത്രമായി, നാഷണലിന്റെ മാത്രമായി. അപ്പം സ്വാഭാവികമായിട്ട് ഇത് അങ്ങോട്ടും കൊണ്ട് പിടിച്ചുവലി നടക്കുന്നതല്ലാതെ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും നടക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സത്യമുണ്ട്. പിന്നെ ഈ പറയുന്നത് പോലെ ഈ പ്രൊഫഷണൽ ആക്കുക എന്ന് പറയുമ്പോൾ കേരളത്തിലുള്ള യുവാക്കൾക്ക് ഇവിടെ തന്നെ നിൽക്കുന്നതിന്, അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ കീഴിൽ ജോലി കൊടുക്കുന്നതിനും ഇവർ എത്രത്തോളം താല്പര്യം കാണിക്കുന്നതാണ് നമ്മൾ ചിന്തിക്കണം. കേരളത്തിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ കൂടെ ഒന്ന് യാത്ര ചെയ്താൽ അവിടെ എത്ര സമരപ്പന്തലുകൾ ഉണ്ട് എന്ന് നോക്കണം. അവിടെ PSC വഴി റാങ്ക് ലിസ്റ്റിൽ എത്തിയിട്ടും ജോലി കിട്ടാത്ത കുറേയധികം ചെറുപ്പക്കാർ. ഈ സെക്രട്ടേറിയറ്റിന് മുന്നേ സമരപ്പന്തലില്ലാത്ത ഏതെങ്കിലും കാലം ഉണ്ടായിരുന്നു? യുവജനങ്ങളുടെ ഏറ്റവും കൂടുതൽ അവിടെ സമരം ചെയ്ത കാലഘട്ടം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലഘട്ടം. നല്ലത് പറയാൻ പറ്റില്ല. എനിക്ക് പേഴ്സണലി അറിയാവുന്ന DYFIക്കാരും SFIക്കാരും വരെ അവിടെ വന്ന് സമരം ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവരുടെ എക്സിസ്റ്റൻസിനെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ്. PSC വഴി അവർ രാത്രി പണിയെടുത്തും എക്സ്ട്രാ അവർ ജോലി ചെയ്തും മണ്ണും കല്ലും ചുമക്കാൻ പോയൊക്കെ PSC റാങ്ക് ലിസ്റ്റിലേക്ക് എത്തപ്പെട്ട ചെറുപ്പക്കാരാണ്. സ്വാഭാവികമായിട്ടും അവരുടെ എഫേർട്ടിനെ കാണാത്ത ഒരു സ്റ്റേറ്റ് ഉള്ളപ്പോ, അവരുടെ എഫേർട്ടിനെ മൈൻഡ് ചെയ്യാത്തൊരു സ്റ്റേറ്റ് ഉള്ളപ്പോ അവര് ശവപ്പെട്ടിയിൽ കിടന്ന് പ്രതിഷേധിച്ചവരുണ്ട്. പട്ടിയെ പോലെ ബിസ്ക്കറ്റ് നിലത്തുനിന്നും കടിച്ചു തിന്ന ചെറുപ്പക്കാരുണ്ട്. മണ്ണ് തിന്ന് പ്രതിഷേധിച്ചവരുണ്ട്. പക്ഷെ അവർക്ക് പലപ്പോഴും പല കുടുംബങ്ങളുടെയും അത്താണിയായിട്ട് പോലും ഇവിടുത്തെ CPMകാരുടെ കുടുംബത്തിലുള്ളവർക്ക് ജോലി കൊടുക്കുന്നതിന്റെ അപ്പുറത്തേക്ക് അവരുടെ ഒന്നും കരച്ചിലിനെയോ കണ്ണീരിനെയോ വകവെക്കാൻ തയ്യാറാകാത്ത ഒരു തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറയുന്ന സോക്കോൾഡ് തൊഴിലാളി വർഗ പാർട്ടിയുടെ സർക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഈ പ്രൊഫഷണൽ ആവുക എന്ന് പറയുമ്പോൾ അവരുടെ മുമ്പിൽ നിൽക്കുന്ന, അവർ ദിവസവും കാണുന്ന യുവജനങ്ങളെ, യുവാക്കളെ മൈൻഡ് ചെയ്യാത്ത എന്ത് പ്രൊഫഷണലിസം ആണ് ഇവർ പറയുന്നത്? ഇങ്ങനെയുള്ളവരെ മൈൻഡ് ചെയ്യാതെ ഇവർ പുറത്തേക്ക് ജോലിക്ക് പോയി കഴിയുമ്പോൾ കേരളം വൃദ്ധാലയമാകുന്നു, ഇവിടെ യുവാക്കളില്ല എന്ന് പറയുന്നതിൽ പിന്നെ എന്ത് കഴമ്പാണുള്ളത്? അവിടെയുള്ള ആളുകള് ഇവിടുത്തെ പബ്ലിക് സർവീസ് കമ്മീഷൻ, ഇവിടുത്തെ പിണറായി സർവീസ് കമ്മീഷനായിട്ട് അധപ്പതിക്കുമ്പോൾ അതിൽ ഇവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് വലുതാണ്. അവരതിനെ പലപ്പോഴും ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. സ്വാഭാവികമായിട്ടും വരുന്ന വർഷങ്ങളിൽ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അടുത്ത 5 വർഷത്തിൽ ഇതിന് പൂർണ്ണമായിട്ടൊരു മാറ്റം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നല്ലൊരു നിർവചനം നൽകുന്നത് PSC പിണറായി സർവീസ് കമ്മീഷൻ കൊള്ളാം അല്ലേ? അപ്പോൾ നമ്മുടെ സംവാദ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ ഒരു ഒറ്റ ചോദ്യം, മുഖ്യമന്ത്രി ആരാകണം? സഖാവ് പിണറായി വിജയൻ തന്നെ വീണ്ടും മുഖ്യമന്ത്രി അധികാരത്തിൽ ഇറങ്ങുമെന്നുള്ളതാണ് താല്പര്യം. കാരണം ഇപ്പോൾ ചെയ്തു വെച്ച വികസന പദ്ധതികൾക്കൊക്കെ നേതൃത്വം കൊടുത്തിരിക്കുന്നത് സഖാവ് പിണറായി വിജയനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു ഭരണം കൂടി സാധ്യമായെങ്കിൽ മാത്രമേ ഈ വികസനത്തിന് തുടർച്ച ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് സഖാവ് പിണറായി വിജയൻ തന്നെ ആവണം എന്നുള്ളതാണ് ആഗ്രഹം. അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടോ? കണക്ക് പുറത്ത് പറയും, വീട്ടിൽ പോയി ചോദിക്കാൻ പറയും, കണക്ക് പുറത്തെന്നൊക്കെ മറുപടി വരും. തീർച്ചയായിട്ടും ഈ ഒരു BJP, കേരളത്തിലെ BJP ഒരു പ്രൊഫഷണൽ പാർട്ടിയാക്കിയ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന മഹാമനുഷ്യൻ തന്നെ ആയിരിക്കും ഞാൻ പ്രിഫറൻസ് കൊടുക്കാം. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ കണ്ടു ട്രിവാൻഡ്രത്തെ ഇലക്ഷനൊക്കെ, അപ്പം ആശാനാഥിനൊക്കെ പ്രത്യേകം പരിഗണന കൊടുത്ത സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രനെ ഒരു വനിത എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരും ആയിരിക്കണം നമ്മുടെ മുഖ്യമന്ത്രി. അതിനായിട്ട് കേരളത്തിന് സാധിക്കട്ടെ, കേരളത്തിന് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു മുഖ്യമന്ത്രിയുടെ പേര് പറയും. അതിലെനിക്ക് വ്യക്തമായിട്ടുള്ള ഇതുണ്ട്.
CPM ആരാ മുഖ്യമന്ത്രി എന്ന് ചോദിച്ചാൽ അവിടെ ഒറ്റ പേരേ ഉള്ളൂ, പിണറായി വിജയൻ എന്നുള്ളത്. പക്ഷെ കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല, തർക്കം എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ക്വാളിറ്റിയുള്ള ഒരുപാട് നേതാക്കളുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു ഏകാധിപത്യ ഭരണത്തിലേക്ക് പോകുന്നതിനേക്കാൾ കഴിവുള്ള ആളും മുഖ്യമന്ത്രി ആവട്ടെ എന്നുള്ളതാണ്. 5-8 മുഖ്യമന്ത്രിമാരുണ്ടാവില്ല, ഹൈക്കമാൻഡ് ഒരാളെ തീരുമാനിക്കും, അയാൾ കേരളത്തിന് മുഖ്യമന്ത്രിയാവും. ഹൈക്കമാൻഡ് പറയേണ്ടി വരുന്നുണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണോ. കേരളത്തിൽ സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മുണ്ടെടുക്കുമ്പോൾ കേരളത്തിലെ കമ്മിറ്റിയും അവിടെ പോയി കോട്ടിടുന്ന സമയത്ത് കേന്ദ്ര കമ്മിറ്റിയും ആവുന്ന പ്രശ്നമല്ല ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സമയത്ത് സ്ഥാനാർത്ഥി പട്ടിക വൈകിയതിൽ ഉൾപ്പെടെ ഉണ്ട്. ഞങ്ങൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുണ്ട്. സ്വാഭാവികമായിട്ടും കേരളത്തിനും കേന്ദ്രത്തിനും ഒരേ ആളുകളല്ല ഞങ്ങളുടെ പട്ടികയ്ക്ക് അന്തിമമായി അംഗീകരിക്കേണ്ടുന്ന ആളുകൾ. സ്വാഭാവികമായിട്ടും അതിലുണ്ടാകുന്ന വ്യത്യാസം പാർട്ടിയുടെ ആ തിരഞ്ഞെടുപ്പിലും സമയമൊക്കെ വൈകുന്നതിലും ഒക്കെ ഭാഗമാകും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ നേതൃത്വവും കേന്ദ്രത്തിലെ നേതൃത്വവും ഒക്കെ വ്യത്യസ്തമാണ്. സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ ഒരു ചട്ടക്കൂട് എന്നുള്ള രീതിയിൽ, ജനാധിപത്യ പാർട്ടി എന്നുള്ള രീതിയിൽ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആര് മുഖ്യമന്ത്രി ആവണം, മുഖ്യമന്ത്രി ആവുമെന്നുള്ളതായി അതൊക്കെ ആവും. അതോർത്ത് പേടിക്കണ്ട, അതൊന്നും പേടിക്കാം. അത്രയ്ക്ക് കഴിവുള്ളവർ ഞങ്ങളുടെ പാർട്ടിയിൽ അത് നിങ്ങൾ തന്നെ അംഗീകരിക്കുന്നുണ്ടല്ലോ. കേരളത്തെ നിയന്ത്രിക്കാൻ, കേരളത്തിലെ ഭരണത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിവുള്ള ഒന്നിലധികം ആളുകൾ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ട് എന്നുള്ളതാണ് അവർ അംഗീകരിക്കുന്ന വിഷയം. അപ്പോഴും അവിടെ പറയാൻ ഒറ്റ പേരേ ഉള്ളൂ, പിണറായി വിജയൻ പേര് മാത്രമേ ഉള്ളൂ. പ്രശ്നം കൂടി ഉണ്ട്. അതൊരു ഏകാധിപത്യ ഭരണത്തിന്റെ രീതിയല്ലത്. അദ്ദേഹം എല്ലാവർക്കും അംഗീകരിക്കപ്പെട്ട ഒരാളാണ്. അതിൽ ആർക്കും മനസ്സിൽ പോലും ഒരു പ്രതിഷേധമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമോ ഉണ്ടാകാനുള്ള സാഹചര്യം ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചില്ല. കാരണം അദ്ദേഹം അംഗീകരിക്കപ്പെട്ട ഒരു നേതാവാണ്, പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ ഇരിക്കുന്ന ഒരു സമുന്നതനായ നേതാവ് കൂടിയാണ്. പക്ഷെ കോൺഗ്രസുകാരെ സംബന്ധിച്ച് ഒരാളുടെ പേര് സജസ്റ്റ് ചെയ്യുമ്പോൾ പുറകെ 10 പേര് വരും, അവിടെ ഒരു തർക്കമാവും. ഒരു നാട മുറിക്കുന്നതിന് പോലും ആളുകൾ തെള്ളി അവസാനം ഇവര് നാട മുറിക്കുമ്പോ നിലവിലുള്ള മുഖ്യമന്ത്രി നാട മുറിക്കുമ്പോ ആരും പോയില്ല, പേടിയാണ്. കൈ തട്ടിയാലോ എന്തെങ്കിലും അനൗൺസ്മെന്റ്, ഒരു പ്രസംഗത്തിന് ഒരു ആങ്കർ നന്നായി സംസാരിച്ചു എന്ന് പറഞ്ഞാൽ പോലും ആക്രോശിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുള്ള സ്ഥിതിക്ക് അത് അടുത്തോട്ട് പോലുള്ള ഒരു സാധ്യതയില്ല. കേരളം നയിച്ച മുഖ്യമന്ത്രിയാണ്. അതെ, അദ്ദേഹം മികച്ചൊരു കേഡർ കൂടിയാണ്. അദ്ദേഹത്തിന് ഈ പിണറായി വിജയന്റെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവ സവിശേഷത ഏതാ? അദ്ദേഹത്തിന്റെ നേതൃത്വപാഠം തന്നെ. എനിക്കൊന്നും ഇഷ്ടപ്പെട്ടു. എന്തെങ്കിലും എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമുള്ള ഒരു ക്വാളിറ്റിയും ഇല്ല. പിന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാണെന്നും ഇതുവരെയുള്ള ഭരണത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രി, കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെല്ലാം മികച്ചായിരുന്നു. എന്നാൽ എന്റെ പ്രിയപ്പെട്ട ആൾ ഉമ്മൻചാണ്ടി തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഭരണം ഏറ്റവും നന്നായി നിർവഹിച്ചു. എന്നാലും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിലും സൈബർ ബുള്ളിങ്ങിനൊക്കെ ഇടതുപക്ഷം ഇരയാക്കിയപ്പോൾ പോലും ഒരു രീതിയിലുള്ള അദ്ദേഹത്തിന്റെ പ്രതിഷേധത്തിനോട് തലമുറിഞ്ഞ് പോകേണ്ടി വന്നപ്പോൾ പോലും ഒരു സമരമോ ഒരു ബന്ധോ ഹർത്താലോ നടത്തരുതെന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തെ ഈ നിമിഷം ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലുള്ള മുഖ്യമന്ത്രിമാര് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കാം. അവിടെ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും സ്ത്രീ സ്ഥാനാർത്ഥികൾക്കെതിരെ ചില അധിക്ഷേപങ്ങൾ എല്ലാ വർഷവും ഇപ്പം കായംകുളത്ത് പ്രതിഭയ്ക്കുണ്ട്, നേരെ ഉണ്ടായതുപോലെ. എങ്ങനെ അത്തരം സംഭവങ്ങളെ കാണുന്നേ? എന്തുകൊണ്ട് ബോധപൂർവം പറയുന്നതാണോ? അല്ല, ഇത് പണ്ട് തൊട്ടേ സ്ത്രീകൾ ഈ രാഷ്ട്രീയ രംഗത്തേക്ക് അല്ലെങ്കിൽ പൊതുരംഗത്തേക്കൊന്നും വരേണ്ടവരല്ല എന്നുള്ളൊരു പിന്തിരിപ്പൻ ചിന്താഗതിയുള്ള രാഷ്ട്രീയ പാർട്ടികളുമുണ്ട്, അതിന്റെ പ്രതിനിധികളുമുണ്ട്. അതിന്റെ ഒന്നില് മാത്രമാണോ? അല്ല, അത് പൊതുവിലുണ്ട്. അതിനെതിരെ കർശനമായ നിലപാടും നടപടിയും സ്വീകരിച്ചു പോകണം എന്നുള്ളതാണ് ആ വിഷയത്തെ. കഴിഞ്ഞ ഇലക്ഷനില് രമ്യ ഹരിദാസിനെതിരെ ഇതേ സമാനമായ ആരോപണം ഉണ്ടായി. എന്നിട്ട് പാർട്ടി തലത്തിൽ അദ്ദേഹത്തിനെതിരെ നടപടിയൊന്നും ഉണ്ടായില്ല. ഇവിടെ പക്ഷേ മുസ്ലിം ലീഗിൽ ഉണ്ടായപ്പോൾ അദ്ദേഹത്തെ പിന്നെ മെമ്പർഷിപ്പിൽ നിന്ന് വരെ പുറത്തു നിർത്തിയ. അപ്പൊ അതൊരു മാതൃകാപരമല്ലേ? അങ്ങനെ വേണ്ടേ? തീർച്ചയായിട്ടും മാതൃകാപരമാണ്. അങ്ങനെയുള്ളവർക്കെതിരെ ശക്തമായ നിലപാടെടുത്ത് നടപടിയെടുത്ത് പോകണം എന്നുള്ളത് തന്നെയാണ് ഒരു വനിത എന്നുള്ള നിലയിൽ എന്റെ താല്പര്യം. പിന്നെ സൈബർ ഇടങ്ങൾ, എല്ലാ പാർട്ടികളെ സംബന്ധിച്ച് സൈബർ ഇടങ്ങൾ വളരെ സജീവമാണ്. അപ്പൊ നമുക്ക് അനുകൂലമായിട്ട് ചിലപ്പോൾ പോസ്റ്റ് ഇടുന്ന ആളുകൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരിക്കാം, സ്ത്രീകൾക്കെതിരെ മോശം പറയുന്ന എന്തെങ്കിലും ചെയ്യുന്ന. അപ്പൊ പാർട്ടി എന്നുള്ള നിലയിൽ അതിനെതിരെ എടുക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ല അച്ചടക്കം നടപടി പാർട്ടി ഘടകങ്ങളിൽ നിന്നും മാറ്റി നിർത്തുക, ഒഴിവാക്കുക എന്നുള്ളതാണ്. പക്ഷെ അത്തരക്കാർ പോലും അല്ലാത്ത, ഇപ്പൊ പാർട്ടിയുടെ യാതൊരു മെമ്പർഷിപ്പിലും ഇല്ലാത്ത അനുഭാവികളായിട്ടുള്ള ചില ആൾക്കാരുണ്ട്. അത്തരം ആളുകൾ ചെയ്യുന്ന ഗ്രൂപ്പായിട്ടുള്ള ഇതേപോലുള്ള കാര്യങ്ങളെ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അത് കർശനമായിട്ട് പാർട്ടി ഘടകങ്ങളിൽ തിരുത്തി പോവുക, അങ്ങനെയുള്ള കണ്ടാൽ തിരുത്തി പോവുക എന്നുള്ളത് പറയാനേ സംഭവിക്കും. അങ്ങനെ തിരുത്താൻ നിന്നവർക്ക് തിരുത്താനേ ഉണ്ടാവുള്ളൂ സമയം.
എല്ലാ സ്ത്രീജനങ്ങളെ കാമുകിമാരായിട്ടൊക്കെ കാണുന്ന സാഹചര്യത്തിൽ അങ്ങനെയുള്ളവരെയൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പാർട്ടിയിൽ ആൾക്കാർ കാണത്തില്ല. പാർട്ടിന്ന് ആര് പുറത്താക്കാൻ? അതാ ആ പാർട്ടിയിൽ നിന്നല്ല, ഘടകകക്ഷിയല്ലല്ലോ, ഘടകകക്ഷിയാണല്ലോ. അപ്പം അതിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ പാർട്ടിയിൽ ആൾക്കാർ കുറവായിരിക്കും. സ്ത്രീകൾക്കെതിരെ അധിക്ഷേപിക്കുന്നവരും സ്ത്രീകളെ വേറെ കണ്ണോടുകൂടി കാണുന്നവരും ഒക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ പാർട്ടി ഇല്ലാന്ന് തന്നെ പറയാം. ബ്രിജ്ഭൂഷൺ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നല്ലോ, ഇപ്പൊ നിലവിൽ ഈ വിജയരാഘവൻ രമ്യ ഹരിദാസിനെ പറ്റി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റിനെ പറ്റി പറഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ പ്രതിഭാഹരി എന്ന് പറയുന്ന MLA-ക്കെതിരെ ഉണ്ടായ അധിക്ഷേപത്തെ പറ്റി പറയുന്നുണ്ട്. ഇതേ സെയിം MLA തന്നെ കഴിഞ്ഞ 2025 മാധ്യമപ്രവർത്തകർക്കെതിരെ ഉന്നയിച്ച ആരോപണം നമ്മളൊക്കെ കേട്ടതാണ്. അത് എത്ര മോശം, അത് വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിനു മുൻപ് ഒരു സാംസ്കാരിക സദസ്സിൽ വെച്ച് ഇതേ MLA തന്നെ ഉദ്ഘാടനത്തിന് പോകുന്ന സ്ത്രീകളെ പറ്റി, അവരുടെ വസ്ത്രധാരണത്തെ പറ്റി, അങ്ങനെയുള്ള ഇടങ്ങളിൽ ആളുകൾ കൂടുതൽ പോകുമെന്ന് പറഞ്ഞ MLA കൂടിയാണ്. സ്വാഭാവികമായിട്ടും ഇത് സ്വന്തം നേരെ വരുമ്പോൾ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇതേ പ്രതിഭാഹരി തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ മത്സരിച്ചപ്പോൾ അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച യൂത്ത് കോൺഗ്രസിന്റെ നേതാവായ അരിത ബാബുവിനെതിരെ ഉണ്ടായ അധിക്ഷേപം, അവരുടെ ഉപജീവന മാർഗത്തെ പറ്റി മോശമായി വളച്ചൊടിച്ചുണ്ടായ കമന്റുകൾ, അതിൽ പല ഹാൻഡിലുകളുടെയും പ്രൊഫൈൽ പിക്ചർ ഉൾപ്പെടെ നിലവിലത്തെ മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെയുള്ള പ്രൊഫൈൽ പിക്ചറുകൾ ഉൾപ്പെടെ സൂക്ഷിച്ചിരുന്ന അക്കൗണ്ടുകളിൽ നിന്ന് വന്നവയാണ്. അതുപോലെ തന്നെ MM മണിയെ പോലെയുള്ള ഒരാൾ CPM-ന്റെ ഏറ്റവും വൃത്തികെട്ട രാഷ്ട്രീയത്തിന് ഇരയായ TP ചന്ദ്രശേഖരന്റെ ഭാര്യയെ പറ്റി നിയമസഭയ്ക്കുള്ളിൽ, കേരളത്തിന്റെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ നിയമസഭയ്ക്കുള്ളിൽ വെച്ച് MM മണി നടത്തിയ അധിക്ഷേപം നമ്മുടെ മുമ്പിലുണ്ട്. ഈ ജില്ലയിൽ നിന്നുള്ള DYFIയുടെ നേതാവായ ചിന്ത ജെറോമിന്റെ സാന്നിധ്യത്തിൽ ആ പാർട്ടി നടത്തിയ സ്ത്രീവിരുദ്ധ മുദ്രാവാക്യങ്ങൾ നമ്മൾ കേട്ടതാണ്. സ്വാഭാവികമായിട്ടും സ്ത്രീപക്ഷ രാഷ്ട്രീയം പറയുന്നുവെന്ന് പറയപ്പെടുമ്പോഴും ഇതിലേതെങ്കിലും ഒരാൾക്കെതിരെയെങ്കിലും പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ഘടകം നടപടി എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ആവശ്യമാണ്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള സ്ത്രീപക്ഷ രാഷ്ട്രീയം പറഞ്ഞ അധികാരത്തിൽ വന്നൊരു പാർട്ടിയുടെ നേതാക്കളാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അതുപോലെ തന്നെ മരണപ്പെട്ട സാജന്റെ ഭാര്യയെ പറ്റി ദേശാഭിമാനി എഴുതിയ ലേഖനം നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഈ നിലവിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിലവിലത്തെ മന്ത്രിയുടെ ഭാര്യയ്ക്ക് അവര് 112 വിളിച്ചവരുടെ പരാതി പറഞ്ഞപ്പം അത് വട്ടന്മാർക്ക് വിളിക്കാനുള്ള നമ്പറാണെന്ന് പറഞ്ഞ ഒരു മന്ത്രി, അവർക്കെതിരെ ശാരീരികമായിട്ടുള്ള ഉപദ്രവം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ അതിനൊരു കേസ് പോലും ഫയൽ ചെയ്യാൻ തയ്യാറാകാത്ത, അന്വേഷണം നടത്താൻ തയ്യാറാകാത്ത ഒരു സർക്കാർ, മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും സുരക്ഷിതത്വം കിട്ടാത്ത ഒരു സർക്കാർ, ഈ സോക്കോൾഡ് അതിജീവിതമാരുടെ കാര്യമൊക്കെ പറയുമ്പോൾ അതിൽ എത്ര പേർക്ക് നീതി കിട്ടിയിട്ടുണ്ടെന്ന് നമ്മൾ അന്വേഷിക്കേണ്ടത് ആവശ്യമാണ്. ഈ സർക്കാരിന്റെ ഭരണകാലത്ത് കത്രിക വയറ്റിൽ കുടുങ്ങിയ സ്ത്രീകളുണ്ട്, ജീവൻ പോലും ഭീഷണിയായിട്ടുള്ള സ്ത്രീകളുണ്ട്. 9 വയസ്സ് പ്രായം മാത്രമുള്ള വിനോദിനി നമ്മുടെ മുമ്പിലുണ്ട്, കൈ മുറിച്ച് മാറ്റപ്പെട്ട വിനോദിനി നമ്മുടെ മുമ്പിലുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം തകർന്നു വീണ് മരിച്ച സ്ത്രീ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം ഇവർക്കൊക്കെ എന്ത് രീതിയിലുള്ള നീതിയാണ് ഇവരുടെ കുടുംബങ്ങൾക്കും ഇവർക്കും കിട്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യം നാം ചിന്തിക്കേണ്ട ആവശ്യമാണ്. ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്ത് നീതിയാണ് കിട്ടിയിട്ടുള്ളത്? ഇത് ഓരോ കാലഘട്ടങ്ങളിലും ഇതിനകത്ത് മുന്നണി വ്യത്യാസമോ രാഷ്ട്രീയ വ്യത്യാസം ഉണ്ടെന്ന് നമുക്ക് എടുത്തു പറയാം. നമുക്ക് ഓരോ ആർഗ്യൂ ചെയ്യാം ഇന്നവരുടെ കാലത്ത് മാത്രമേ. പക്ഷേ ആര് വന്നാലും ഇതൊക്കെ തന്നെയാണ് സ്ഥിതി എന്നുള്ളൊരു വലിയ മാറ്റമൊന്നുമില്ല. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ചോദ്യം ചെയ്യുന്നത്, ഇപ്പൊ ജനാധിപത്യം വീണ്ടെടുക്കാൻ വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ്. നമ്മുടെയൊക്കെ സംഘടനകളിൽ ജനാധിപത്യം ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ CPM എന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടിരിക്കുമ്പോൾ ഉൾപാർട്ടി ജനാധിപത്യം ഏറ്റവും കൂടുതലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് CPM എന്ന് എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും. യുവജന സംഘടന എന്ന നിലയിൽ DYFI എന്നാൽ മുഴുവൻ ആൾക്കാരുടെയും അനുമതിയോടുകൂടി അവിടെ സംഘടനാ തിരഞ്ഞെടുപ്പ് നടത്തി ഏതെങ്കിലും കേവലം ഒരു വ്യക്തിയെ, താല്പര്യമുള്ള ഒരു വ്യക്തിയെ അവിടെ സംഘടനാ ഭാരവാഹിയായിട്ട് തിരഞ്ഞെടുക്കുകയല്ല ചെയ്യുന്നത്. ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. CPM-ന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ കൂടി, ലോക്കൽ സമ്മേളനങ്ങൾ കൂടി, അവിടെയൊക്കെ ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പാർട്ടിയാണ് CPM എന്ന് അഭിമാനത്തോടുകൂടി പറയാൻ വേണ്ടി സാധിക്കും. ഇത് പലപ്പോഴും ജനാധിപത്യം പ്രകടമാക്കുന്നതിൽ CPM അല്ലെങ്കിൽ DYFI SFI ഒക്കെ പുറകോട്ട് പോകുന്നുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ കോഴഞ്ചേരിയില് അബിൻ വർക്കി കോളേജിൽ വോട്ട് പിടിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹത്തെ തടഞ്ഞിരിക്കുകയാണ്. ഇന്നലെ മറ്റൊരു MLA കോളേജിൽ കയറിയപ്പം തടഞ്ഞു. അപ്പോൾ ഇതൊരു ജനാധിപത്യത്തിന് നിരക്കുന്നതാണോ ഇത്തരം പ്രവർത്തനങ്ങൾ? എല്ലാ ക്യാമ്പസുകളിലും എല്ലാ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനും അത് ഒരാളെ തടയുന്നത് ശരിയല്ല. ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാവേണ്ടതുണ്ട്. BJP ജനാധിപത്യം ഒക്കെ എങ്ങനെ?
തീർച്ചയായിട്ടും ജനാധിപത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ സംഘടനാ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും സ്ത്രീകൾക്കും യുവാക്കൾക്കും ഒക്കെ പ്രാതിനിധ്യം നൽകുന്ന ഒരു രീതിയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവരെ പോലെ ഇനി അവിടെ ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പുകളൊന്നും വരുന്നില്ലെങ്കിൽ കൂടിയും കൃത്യമായിട്ട് കഴിവുള്ളവരെ സംഘടനാ പ്രവർത്തനത്തിന് വില്ലിംഗ് ആയിട്ടുള്ളവരെ കൃത്യമായിട്ട് ചുമതലകൾ ഏൽപ്പിക്കുന്നുമുണ്ട്, അവരത് കൃത്യമായി നിർവഹിക്കുന്നുമുണ്ട്. അപ്പൊ നമ്മുടെ ചോദ്യത്തിൽ ജനാധിപത്യം ഉള്ളതുകൊണ്ട് സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും വെള്ളക്കൊടിയിൽ എഴുതി വെച്ച ഒരു സംഘടനയാണ് SFI. പക്ഷെ ഈ 3 വാക്കുകളോടും ഒരു രീതിയിലുള്ള അതിന്റെ മൂല്യങ്ങൾ ഒരു രീതിയിലുള്ള ഒരു ശ്രദ്ധയും പുലർത്താത്ത ഒരു സംഘടന കൂടിയാണ്. അപ്പം ഇന്നത്തെ ദിവസം ശ്രീ അഭിനവർക്കി ആണെങ്കിലും ശ്രീ മോഹൻ ആണെങ്കിലും ഇന്നലെ ക്യാമ്പസുകളിലേക്ക് കടന്നു ചെന്ന സമയത്ത് ഈ പറഞ്ഞ 3 വാക്കുകൾ ഒന്നിനും ഒരു വാല്യൂ കൊടുക്കാത്ത ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. ഇത് കേരളത്തിലെ ക്യാമ്പസുകളിലെ സ്ഥിരം ഒരു പല്ലവിയാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. എന്റെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ജനാധിപത്യപരമായിട്ടുള്ള സംസാരിക്കാൻ, ഞങ്ങളുടെ സംഘടന ഉൾപാർട്ടി ജനാധിപത്യമുള്ള സംഘടനയാണ്. അവിടെ ഞങ്ങൾ അഭിപ്രായങ്ങൾ നിങ്ങൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, കോൺഗ്രസിൽ നേതാക്കൾക്കെല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളും നിലപാടുകളും ഉള്ളവരാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ആ ഒരു അഭിപ്രായം പുറത്തു പറയാനുള്ള ജനാധിപത്യം അതിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇതേ കാര്യം തന്നെ എനിക്കും പറയാനുണ്ട്. അങ്ങനെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ അത് എവിടെയാണ് പറയേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടി പ്രവർത്തകരാണ്. ഇത് പൊതുമധ്യത്തിൽ ചർച്ചയ്ക്ക് ഏതെങ്കിലും ഒരു ആരോപണം ഉണ്ടെങ്കിൽ അത് പൊതുമധ്യത്തിൽ ചർച്ചയ്ക്ക് വെച്ച് പാർട്ടിയെ മോശപ്പെടുത്തുന്നതിനേക്കാൾ ഉൾപാർട്ടിയിൽ അത് തിരുത്തി പോകുന്നതാണ് ഏറ്റവും അതിൽ അനുയോജ്യമായിട്ടുള്ള ഘടകത്തിൽ ചർച്ച ചെയ്ത് അതിൽ ഇപ്പം ലോക്കൽ കമ്മിറ്റി സിപിഎമ്മിന്റെ ബ്രാഞ്ചിൽ ഒരു പ്രശ്നം നടന്നാൽ ലോക്കൽ കമ്മിറ്റി പറയാം, ലോക്കൽ കമ്മിറ്റിയിൽ ഒരു പ്രശ്നം നടന്നിട്ട് അത് പരിഹാരം ഉണ്ടാവില്ല ഏരിയ കമ്മിറ്റി പറയാം. മുഴുവൻ ഘടകങ്ങളുണ്ട്. സ്വന്തമായിട്ട് പോലീസും നിയമ സംവിധാനവും ഒക്കെ വരുന്ന വിവിധങ്ങളായിട്ടുള്ള ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നത്. സംവാദം നിർത്താം. ഈ തെരഞ്ഞെടുപ്പില് ആര് എത്ര സീറ്റ് പ്രവചിക്കാൻ പറ്റും? ഒന്ന് പ്രഡിക്ട് ചെയ്ത് നോക്ക്. എന്തായാലും കൊട്ടാരക്കരയിൽ ബാലഗോപാലൻ ജയിക്കും. സംശയം ശരി, ഒരു പ്രധാനത്തിന് മുതിരുന്നില്ല. ശരി, അവിടെ ഗൗരി ഈ മൊത്തത്തിൽ ഒന്ന് എണ്ണി നോക്കുക. നമുക്ക് 10 മുതൽ 15 സീറ്റ് വരെ കേരളത്തിൽ വളർന്നു വരുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ നമ്മൾ തീർച്ചയായിട്ടും 10 മുതൽ 15 സീറ്റ് വരെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. നിർണായക ശക്തിയാവും. തീർച്ചയായിട്ടും നിർണായക ശക്തി ആവണം എന്നാണ്. ചെയ്യും എന്നുള്ളതാണ്. ഓപ്പൺ ആയിരുന്നല്ലോ, അത് പിന്നെ ചില തീർച്ചയായിട്ടും അത് പൂർവാധിക ശക്തിയോടെ ഒരുപാട് അക്കൗണ്ടുകളായിട്ട് ഈ വർഷം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞങ്ങൾ എന്നേക്കായി അടച്ചിട്ടുള്ളതല്ല, താൽക്കാലികമായിട്ടുള്ള ഒരു നമ്മുടെ മുഖ്യമന്ത്രി വരുമോ? മുഖ്യമന്ത്രി ഉറപ്പായിട്ടും വരും. ഇതിനേക്കാളും വൈകി സ്ഥാനാർത്ഥി പട്ടിക വന്നിട്ടുള്ള CPM പ്രഖ്യാപിച്ചു 2 ആഴ്ചയ്ക്ക് ശേഷം പട്ടിക വന്നപ്പോൾ ഞങ്ങൾ 100ലധികം സീറ്റുമായി ഭരണത്തിൽ വന്ന ചരിത്രമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 10 വർഷത്തെ ഇടതുപക്ഷ ഭരണത്തിന് എതിരായിട്ട് കേരള ജനത വിധി എഴുതുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. മെയ് 4 റിസൾട്ട് വരുമ്പോൾ UDF നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ ഇവിടെ ഉണ്ടാകും എന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഇത് തന്നെയാണ് നമ്മുടെ കേരള രാഷ്ട്രീയം. എത്ര വ്യക്തവും ശക്തവുമായിട്ടാണ് യുവജനങ്ങളും വനിതകളും അവരുടെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും 3 പേർക്കും നല്ല രാഷ്ട്രീയ ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സംവാദം ഇന്നത്തേക്ക് ഇവിടെ നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു.